കഴിഞ്ഞ UDF സർക്കാരിന്റെ അവസാന കാലത്ത് ടൈറ്റാനിയത്തിൽ മലിനീകരണ നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തിയതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നായിരുന്നു ആരോപണം. തുടർന്ന് 2006-ൽ ആരോപണം സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. കോടതിയുടെയും സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം 2 അന്വേഷണങ്ങളാണ് നടന്നത്. മുൻമന്ത്രി KK രാമചന്ദ്രന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ടൈറ്റാനിയം ജീവനക്കാരനായ ജയൻ 2010-ൽ വീണ്ടും വിജിലൻസ് കോടതിയെ സമീപിച്ചു. ഇതിന്റെ ഭാഗമായാണ് കോടതി അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. രാവിലെ 11 മണിയോടെ അന്വേഷണ സംഘം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ടൈറ്റാനിയത്തിൽ മലിനീകരണ നിയന്ത്രണ പദ്ധതി നടപ്പിലാക്കിയതിലൂടെ 87 കോടി രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നഷ്ടത്തിന്റെ യഥാർത്ഥ കണക്ക് കണ്ടെത്തുന്നതിനായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സഹായം തേടണം. അഴിമതിയിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കുന്നതിനൊപ്പം ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കുമെതിരെ കേസെടുക്കാൻ തെളിവില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ജഡ്ജിയില്ലാത്തതിനാൽ തിരുവനന്തപുരം കോടതിയുടെ ചുമതലയുള്ള കോട്ടയം ജഡ്ജിക്ക് തുടർ നടപടിക്കായി റിപ്പോർട്ട് കൈമാറി. അതേസമയം കേസിലെ നിർണായക സാക്ഷിയായ മുൻമന്ത്രി KK രാമചന്ദ്രന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടില്ല. രഞ്ജിത്ത് അമ്പാടി, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.